ഹായ് ഹലോ നമസ്കാരം. ഉത്തരേന്ത്യൻ ലോബി, അതേ കണക്ക് സഞ്ജു സാംസൺ, ഇതൊക്കെ വീണ്ടും സംസാര വിഷയമായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ഒരു വിഷയം ഈ ഒരു ചാനലിൽ വലിയ എന്താ പറയുന്നത് സംസാരിച്ച വലിയ റിസൾട്ട് ഒന്നും കിട്ടാതെ അല്ലെങ്കിൽ ഒരുപാട് പേര് കാണാത്ത ഒരു വിഷയമാണ്. കാര്യം ഇത് സ്പോർട്സ് ആണ്, ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്നിരുന്നാൽ പോലും നമ്മുടെ സായി സീക്രട്ട് ഏജന്റ് സായി, സുഭാഷ് കുമാരപുരം ഇവരൊക്കെ സംസാരിച്ച സ്ഥിതിക്ക് നമുക്ക് ഇത് സംസാരിച്ചേ പറ്റൂ. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ജയേഷ് ജോർജ് എന്ന് പറയുന്ന ഒരാളുടെ ഈഗോയുടെ പുറത്ത് മാത്രം ഒരു പ്രതിഭ സഞ്ജു സാംസൺ എന്ന് പറഞ്ഞ ഒരു പ്രതിഭ തന്നെയാണ്. ആ പ്രതിഭയുടെ ഒരു അവസരം നഷ്ടമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% അതാണ് ശരി. ഇവിടെ പലരും പറയുന്നുണ്ട് ഇദ്ദേഹത്തെ കേരളത്തില് ടീമിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മാനദണ്ഡം പാലിച്ച് രോഹിത് ശർമ്മയൊക്കെ തെറി പറയുന്നത് എന്തിനാണോ? ഈ ഇല്ലാക്കഥകള് കെട്ടുകഥകളൊക്കെ എന്തിനാണ് ഉണ്ടാക്കുന്നത്? നമ്മുടെ ടീമുകൾ, അതായത് മലയാളികൾക്ക് എന്നും മലയാളികൾ ഒരു ശാപമായിട്ട് നീങ്ങുന്നത്. ഇതിനു മുമ്പ് ശ്രീശാന്തിന്റെ കാര്യത്തിലും ഇതേ കണക്ക് നമ്മുടെ KCA എന്ന് പറയുന്ന ഈ നാറിക സംഘടന ഒരു അർഹതയില്ല ഈ ജയേഷ് ജോർജിനെ പോലുള്ള ആൾക്കാർക്ക് അതിനകത്ത് നിൽക്കാൻ. നിങ്ങൾക്കറിയാമോ, 2013 മുതൽ വിരാട് കോഹ്ലി എന്ന് പറയുന്ന വ്യക്തി ദില്ലിക്ക് വേണ്ടി കളിച്ചിട്ടില്ല. അദ്ദേഹം 2013 കളിച്ചിരിക്കുന്നത്. പക്ഷെ എല്ലാ ടീമിന്റെയും പാർട്ടാണ് അദ്ദേഹം. എല്ലാ ടീമിനും ഉള്ള ഇതിൽ ഉണ്ട് അദ്ദേഹം. അതുകൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെയും ആ ടീം ഇന്ത്യൻ ടീമിൽ നിന്ന് തഴയപ്പെട്ടിട്ടില്ല. ഈ ഒരു ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ചിട്ടില്ല എന്നുള്ളൊരു കുറ്റം കാരണം രോഹിത് ശർമ്മ, അങ്ങനെ പല കളിക്കാരും, പ്രശസ്തരായ പല കളിക്കാരും, ഗില്ല് ഒക്കെ ഈ പറയുന്ന ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ചിട്ടൊന്നുമല്ല ഇന്ത്യൻ ടീമിൽ കളിക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ജയേഷ് ജോർജ് ഇവിടെ വന്നിരുന്ന് പറയുവാണ് ഇവര് ഇങ്ങനാണ് ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ചു പറ്റൂ. അങ്ങനൊന്നുമല്ല. ഇതൊരു പരസ്പര അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഒരു പ്രതിഭ ഇല്ലാതാക്കാൻ വേണ്ടി മുട്ടാന്യായങ്ങൾ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡബിൾ സ്റ്റാൻഡാണ്. മനസ്സിലായില്ലേ? നേരെ വെച്ച് ഇയാളുടെ മോനാണെങ്കിൽ ഇയാളുടെ ക്യാമ്പിൽ പ്രവർത്തിച്ചില്ല അല്ലെങ്കിൽ ക്യാമ്പിൽ വന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാളെ ഒഴിവാക്കത്തില്ല. സച്ചിൻ ടെണ്ടുൽക്കർ എത്രയോ നാൾ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഈ പ്രൈമറി ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ചിട്ടില്ല. അവസാന കാലഘട്ടങ്ങളിലൊക്കെയാണ് കുറച്ചുകൾ അദ്ദേഹം വീണ്ടും വന്ന് ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കുന്ന വളരെ നല്ല ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ നമ്മൾ ഡെവലപ്പാവും. അതിപ്പോ സഞ്ജു സാംസണും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം ഇപ്പം ഡെവലപ്പ് ആയെന്ന് മാത്രമല്ല, നമ്മളിപ്പോ വിദേശ ടൂർണമെന്റുകളിലോ ഒക്കെ പങ്കെടുക്കുകയാണെങ്കിൽ അതിന്റെ വേറെ എക്സ്പീരിയൻസും ഇവിടെ വരുവാണെങ്കിൽ നമ്മുടെ ചില തെറ്റുകൾ തിരുത്താനും ഉള്ള ഒരു അവസരമായിട്ടാണ് ഈ പറയുന്ന പ്രാദേശിക ക്രിക്കറ്റും അല്ലെങ്കിൽ ഈ ഇന്റർനാഷണൽ ക്രിക്കറ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ആ ഒരു രീതിയിലാണ് ഇതിനെ കാണേണ്ടത്. അപ്പൊ സുഭാഷ് കുമാരപുരം എന്ന് പറയുന്ന SK ടാക്സ് എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ പോയി കണ്ടാൽ കാണും. അതിനകത്ത് ഭയങ്കരമായിട്ട് സഞ്ജു സാംസനെ തെറിയൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഭയങ്കര കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. സംഘടനയ്ക്ക് ഇതിന്റെ കീഴിൽ നിൽക്കണമെന്നൊക്കെ പറഞ്ഞു. ആരുടെ സംഘടനയുടോ? തന്നെ തന്തയുടെയോ? ഒരു മര്യാദ വേണ്ടേ? താൻ ഒരു പ്രതിഭയെ പറ്റി പറയുമ്പം തനിക്കൊരു പന്തെടുത്ത് വീശ അറിയാമോ? അയാൾ ഒന്നുമില്ലെങ്കിൽ 4 സെഞ്ചുറി ഈ കഴിഞ്ഞ ഒരു 8 മത്സരത്തിനിടയ്ക്ക് 4 സെഞ്ചുറി അടിച്ചൊരു എന്താ പറയുന്ന ഒരു ക്രിക്കറ്ററാണ്. തന്നെ കൊണ്ട് പറ്റൂ? അപ്പോ അദ്ദേഹത്തെ പ്രതിഭയില്ലാത്ത സമയത്ത് അദ്ദേഹത്തെ തടഞ്ഞതിന് ന്യായമായ കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ മലയാളികളെ ഇല്ലാതാക്കാൻ വേണ്ടി ഈ ജയേഷ് ജോർജ് എന്നൊക്കെ പറയുന്ന വ്യക്തിയൊക്കെ സത്യം പറഞ്ഞ താനൊക്കെ ഈ നാടിന്റെ ശാപമാണ്, മലയാളികളുടെ ശാപമാണ്. സഞ്ജു സാംസൺ എന്ന് പറയുന്ന പ്രതിഭ ഒരുപക്ഷെ ഇപ്പൊ പറയുവാണെങ്കിൽ നിലവില് ഫോമിൽ നിൽക്കുന്നത്, അത് പലരും പറയുന്നുണ്ട് ഈ പറയുന്ന കരുൺ നായരൊക്കെ 700 അടിച്ചിട്ടും അദ്ദേഹത്തിന് അവസരം കിട്ടിയില്ല എന്നൊക്കെ ഈ സുഭാഷ് കുമാരപുരം ഒക്കെ വന്നിരുന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ജയേഷ് ജോർജ് പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ, കരുൺ നായർ ആഭ്യന്തര ക്രിക്കറ്റിൽ ഉള്ള ഒരാളല്ല, നിലവിലുള്ള ഒരാളല്ല. ആ ഉള്ള ആൾക്കാരെ അവർ കളിപ്പിക്കൂ. ആഭ്യന്തര ക്രിക്കറ്റിലും ബ്രിഗേഡിലും ഉണ്ടായിരുന്ന ഒരാളാണ് ഈ പറയുന്ന സഞ്ജു സാംസൺ എന്ന് പറയുന്ന വ്യക്തി. ആ വ്യക്തി ഒഴിവാക്കണമെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ കാണിക്കണം. ഈ പറയുമാതിരി ഋഷഭ് പന്തിനോളം തന്നെ എന്താ പറയുന്നത് ടീമിൽ ഇടം നേടാൻ സാധ്യതയുള്ള ഒരു പ്ലെയർ തന്നെയാണ്. പിന്നെ പറയുന്ന കേട്ടു നമ്മുടെ വേറെ കളിക്കാരനും കൊണ്ടുണ്ട്, അദ്ദേഹത്തെയും കൂടെ ഉൾപ്പെടുത്താത്ത എന്താണെന്ന്, അദ്ദേഹം നല്ല ഫോമിലാണെന്ന്.
അപ്പൊ അതൊന്നും നമ്മളുടെ വിഷയമല്ല. ഇവിടെ നമ്മുടെ ഒരു എന്താ പറയുക, കേരളത്തിന്റെ ഒരു സ്റ്റേറ്റിന്റെ ഒരു കളിക്കാരനെ അവരെല്ലാരും തിലക് വർമ്മയൊക്കെ അവരവരുടെ കളിക്കാരൻ എവിടെ കളിച്ചാലും ഇല്ലെങ്കിലും അവര് ഇത് ചെയ്യുന്നുണ്ട്. കോട്ടയം വീട്ടിരിക്കുന്ന രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയൊക്കെ എന്ത് ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ചിട്ടാണ് ടീമിലിരിക്കുന്നത്? ഒന്നുമല്ല. അവരവിടെ എന്താ പറയുന്നത്, പ്രഖ്യാപിക്കുന്ന ഓരോ ടീമിലും ഇവർ അംഗങ്ങളാണ്. അത് ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ സംസ്ഥാനമാണ്, സ്റ്റേറ്റാണ്. അത് ആ പ്രതിഭയോടുള്ള ഒരു അംഗീകാരമാണ്. അല്ലാതെ അയാൾ ഇവിടെ വന്ന് കളിക്കാൻ വേണ്ടി ചെയ്യേണ്ട അല്ല. അപ്പോ ഈ സ്വന്തം നാട്ടിൽ പോലും കളിപ്പിക്കാത്ത ഒരു കളിക്കാരനെ ഇന്ത്യൻ ടീമിൽ കളിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവകാശവാദം ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ രോഹിത് ശർമ്മയും എന്താ പറയുന്നത്, ഗൗതം ഗംഭീരൊക്കെ അടി ഉണ്ടാകുന്ന മാതിരിയുള്ള ഫേക്ക് ന്യൂസുകളൊന്നും സ്പ്രെഡ് ചെയ്തിട്ട് കാര്യമില്ല. ഇത് നമ്മുടെ നാട്ടിലെ വിവരമില്ലാത്ത നാവികളുടെ മോശം പ്രവൃത്തികളാണ്. എന്തിനാണ് നമ്മൾ മറ്റുള്ളയിടത്തോട്ട് പോയിട്ട് ഉത്തരേന്ത്യൻ ലോബി എന്നൊക്കെ പറയുന്നത്? നിങ്ങൾ പറയുന്ന മുംബൈ ലോബി എന്നൊക്കെ പറയുന്നത്, മുംബൈയിൽ നിന്ന് ഒരു കളിക്കാരനുണ്ടോ ഈ ടീമിൽ? ബോധം ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക. ഉണ്ടോ? മുംബൈ ടീമിൽ ആകെ ഉണ്ടായിരുന്ന സൂര്യയാണ്. സൂര്യ ഒരു വെളിയിലാക്കി. അപ്പൊ മുംബൈ ലോബി എന്നൊന്നും പറയരുത്. ഈ അടുത്ത കാലത്ത് നിങ്ങൾ ഒന്ന് കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ മുംബൈ കളിക്കാരില്ലാത്ത ടീമുകളാണ് വളരെ കൂടുതലും. സച്ചിൻ ടെണ്ടുൽക്കർ ഒഴിവാക്കി ഏത് മുംബൈ കളിക്കാരനാണ് അവിടെ കളിച്ചിട്ടുള്ളത്? എനിക്ക് തോന്നുന്നു കൂടുതൽ അവസരം കിട്ടുന്നത്, കൂടുതൽ പ്രതിഭകൾ ഉണ്ടാകുന്നത് ദില്ലിയിൽ നിന്നാണ്. അതുകൊണ്ട് ദില്ലിയിൽ നിന്ന് ഒരുപാട് കളിക്കാരുണ്ടായിട്ടുണ്ട്. ഗംഭീറിനെ പോലെയൊക്കെ ഒരുപാട് കളിക്കാരുണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്ന് എത്രയോ പ്രതിഭകൾ വരുന്നുണ്ട്. അവരാരും ഇവരുടെ ഒരു സാധ്യതകളും തഴഞ്ഞു വെച്ചിട്ടില്ല. ആ വിജയ് ശങ്കർ അടക്കം വന്നപ്പോ വിജയ് ശങ്കറൊക്കെ എത്ര ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി കൂടെ നിന്നിട്ടാണ്, തമിഴ്നാട് ക്രിക്കറ്റ് ബോർഡിന് വേണ്ടി എന്തെല്ലാം കൂടെ നിന്നിട്ടാണ് അയാളെ ഉൾപ്പെടുത്തിയത്. ആളൊന്ന് കളിക്കത്തുകൂടിയില്ലായിരുന്നു. അപ്പൊ ഒരു സ്റ്റേറ്റ് കൊടുക്കേണ്ട പിന്തുണ അത് സ്വന്തം മക്കളെ കണക്ക് കണ്ട്, ഒരു പ്രതിഭയെ സ്വന്തം മക്കളെ കണക്ക് കണ്ട്, സച്ചിൻ ടെണ്ടുൽക്കറിനും വിരാട് കോഹ്ലിക്കും അല്ലെങ്കിൽ രോഹിത് ശർമ്മയ്ക്കൊക്കെ കിട്ടേണ്ട പിന്തുണ ഒരു മനുഷ്യനെന്നുള്ള രീതിയിൽ, ഒരു നാട്ടുകാരൻ എന്നുള്ള രീതിയിൽ ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ബോധം ഉണ്ടായാൽ മതി. അപ്പൊ ഈ ജയേഷ് ജോർജൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തനിക്കൊന്നും പണി കഴിയില്ലെങ്കിൽ താനൊക്കെ ഇത് കളഞ്ഞിട്ട് പോകും. ശരിക്കും പറഞ്ഞാൽ ഈ ഗെയിമിനെ ഗെയിമാക്കിയതും നിനക്കൊക്കെ ശമ്പളം തരുന്നതും ഞങ്ങളും കൂടെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഞങ്ങളും കൂടെ കളി കാണുന്നോണ്ടാണ്. ആണോ അല്ലയോ? അല്ല നീ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നുമല്ല. നിന്റെ മോന് വേണ്ടി വേണമെങ്കിൽ നീ ഈ സൗജന്യം ഒന്നും ചെയ്തു കൊടുക്കുന്നില്ലേ? ഇവിടെ പ്രതിഭയ്ക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇവിടെ പ്രതിഭ നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കുന്നതിന് ജോലി, സർക്കാർ ജോലി വരെ കൊടുക്കുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? കേന്ദ്ര സർക്കാരും സ്റ്റേറ്റ് സർക്കാരും ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിന് പ്രിഫർ ചെയ്യുന്നുണ്ട്. ഇവിടെ എത്ര പേർക്ക് നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്? എത്രയോ നല്ല പ്ലേയേഴ്സ് ഉണ്ടായ നാടാണ്. ഇവരെ ഒന്നും ഒരു ടീമിൽ വരെ ടീമിൽ മോഹൻലാല് ഇതേ കണക്ക് കേരള അസോസിയേഷനിൽ നിന്ന് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശ്രീശാന്തിന് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോൾ ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അതും പോരായിട്ട് സച്ചിൻ ബേബിക്ക് ഉണ്ടായിട്ടുണ്ട്. അതേ കണക്ക് പുള്ളിക്കാരന്റെ പേരെന്താണ്, ഈ നമ്മുടെ RCBയിൽ കളിച്ചിരുന്ന ആ പുള്ളിക്കാരനുണ്ടായിട്ടുണ്ട്. എന്തിനാണ് നിങ്ങൾക്ക് ഇവിടെ മരവാഴാണ് ഇരിക്കുന്നത്? ഒരു മനുഷ്യന് വേണ്ടി, ഒരു നന്മ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു പ്രതിഭയ്ക്ക് വേണ്ടി നമ്മൾ ഇത് ചെയ്യുവാണെങ്കിൽ, സഞ്ജു സാംസൺ അവിടെ പോയി നിൽക്കുമ്പോൾ കേരളം എന്നുള്ള പേരാണ് ഇളങ്ങുന്നത്. നമ്മുടെ നാടിന് വേണ്ടിയാണ് അയാൾ അവിടെ പോയിരിക്കുന്നത്. നമ്മുടെ നാടിന്റെ പുത്രനാണ് അയാൾ. അയാൾക്ക് വേണ്ടുന്ന പിന്തുണ കൊടുക്കാൻ വേണ്ടി നിന്റെ മുടിഞ്ഞ ഈഗോ കാരണം നഷ്ടപ്പെടുത്തിയ അയാളുടെ ഇതാണ്. പിന്നെ സായി പറയുന്നതിലൊക്കെ ഒരുപാട് പൊട്ടത്തരങ്ങളൊക്കെ ഉണ്ട്. കാര്യം ഈ പറയുമാതിരി എന്താ പറയുക, ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടൊരു പോസ്കോ കേസും അതുമായിട്ട് ബന്ധപ്പെട്ട് കോച്ചിന്റെ ഇതൊക്കെ പറഞ്ഞത്, അത് കോച്ചിനെ തീരുമാനിക്കുന്ന KCO പ്രസിഡന്റോ KCയുടെ പ്രസിഡന്റ് ഒന്നുമല്ല. സോ എന്തായാലും അതിനകത്തിരുന്ന് അളിഞ്ഞിട്ടും കാര്യമില്ല. അപ്പം വീഴ്ചകൾ കളിക്കാരൻ എന്നുള്ള രീതിയിൽ സഞ്ജുവിന് കിട്ടേണ്ട ഉത്തരവാദിത്വപരമായിട്ടുള്ള ഒരു എന്താ പറയുക സഹായം, അല്ലെങ്കിൽ ഒരു കൈ സഹായം സ്വന്തം മകന് ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട, ഒരു പ്രതിഭയ്ക്ക് ചെയ്യേണ്ടത് അങ്ങനെയാണ്. നമ്മുടെ നാടിന്റെ പേര് വിളങ്ങാൻ വേണ്ടി ഒരു കേരളത്തിന്റെ മകന് ചെയ്യേണ്ട ആനുകൂല്യം അതായിരുന്നു. താൻ വിജയ് ഹസാരെ കളിപ്പിക്കുകയോ ഇല്ല എന്നുള്ളതല്ല, ആ ഒരു ലിസ്റ്റ് ഇട്ടപ്പോൾ അതിനകത്തൊരു പേര് വെക്കായിരുന്നു. എന്തായാലും ഈ 15 പേര് ആ ടീമിൽ കളിക്കുന്നവരല്ല.
11 പേർക്ക് കളിക്കാൻ വെക്കും. ബാക്കി 4 പേര് വെക്കുമ്പോൾ ഒരെണ്ണം സഞ്ജു സാംസൺ എന്ന് പേര് വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് തനിക്കൊരു കുന്തം സംഭവിക്കില്ലായിരുന്നു. ഉണ്ടോ ഇല്ലയോ? 15 തൊട്ട് ഈ 16 ടീം നോക്ക്, എത്രയോ ടീമുകൾ അങ്ങനെ വെച്ചേക്കുന്നത്. മുംബൈ, ദില്ലി ഇവരൊക്കെ വെച്ചിരിക്കുന്നത് 16 ടീമാണ്. കാര്യം എന്താന്ന് വെച്ചാൽ അവരുടെ പ്രതിഭ എക്സ്ട്രാ കയറ്റി വെച്ചിരിക്കുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, വേണമെങ്കിൽ വെക്കാം. ചെയ്യില്ല. സഞ്ജു സാംസനെ പോലുള്ളൊരു പ്രതിഭയ്ക്ക് വേണ്ടി അത് ചെയ്യാൻ പാടില്ല. അപ്പോ ഈഗോ, ആറ്റിറ്റ്യൂഡ്, എന്ത് 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 മനുഷ്യനാണ് ഇതാണൊക്കെ. സോ ഇതൊന്നും നമ്മുടെ വിഷയം, ഈ ചാനലിന്റെ വിഷയമല്ല. നമ്മളെ ചാനലിന്റെ വിഷയം എന്നല്ല, നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. അതേ കണക്ക് എനിക്ക് നേരത്തെ തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല 2020-ലും സഞ്ജു സാംസന്റെ കളിയൊക്കെ കാണുമ്പോൾ ഞാൻ വിമർശിക്കാറുണ്ട്. ഇയാൾക്കൊരു എന്താ പറയുന്നത് സ്ഥിരതയില്ല എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കാറുണ്ട്. പക്ഷെ ഞാൻ കഴിഞ്ഞ സഞ്ജുവിന്റെ ആ ഒരു എന്താ പറയുന്നത് ഒരു ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് എനിക്ക് ഇത്തിരി കൂടെ വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലായത്. 2020 എന്ന് പറയുന്ന ഗെയിമിന് സ്ഥിരത ഒരു ആവശ്യമല്ല. അവിടെ നന്നായിട്ട് ബാറ്റ് വീശുന്നവൻ അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ഒരാള് അല്ലെങ്കിൽ ആ ഫോം, ഇത് മാത്രമേ ആവശ്യമുള്ളൂ. സ്ഥിരത വെച്ചുകൊണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും സ്ഥിരതയ്ക്ക് വേണ്ടി കളിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന നമുക്ക് 10 ഓവറിൽ 120 റണ്ണിൽ നിൽക്കേണ്ടി വരും. സഞ്ജു സാംസൺ ഒരു 50-60 റൺ അടിക്കാൻ പറ്റും 60 ബോളിൽ. അങ്ങനെ 2 പ്ലേയേഴ്സ് കളിക്കുകയാണെങ്കിൽ 120 റണ്ണ് ഏതൊരു ടീം പെട്ടെന്ന് അടിച്ചിട്ട് പോകും. ഇതാണ് സംഭവം, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പൊ അവിടെ വരിക, അടിക്കുക, നല്ല ബോളുകളെ നോക്കി വീശി വിടുക എന്നുള്ളതേ ഉള്ളൂ. അത് കുറച്ച് ലക്കിന്റെ കൂടെ ഫാക്ടറാണ്. അത് സഞ്ജു പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം വളരെ കുറച്ച് ഓവറുകളേ ഉള്ളൂ. നോക്കി കളിക്കണമെങ്കിൽ ഏകതരത്തിലുള്ള മത്സരങ്ങളിൽ തന്നെ കളിക്കണം. അതിന് അവസരം കിട്ടുന്നില്ല സഞ്ജുവിന്. കിട്ടിയ അവസരങ്ങളിൽ അയാൾ അത് മുതലെടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരു 10-17 മത്സരവും കണ്ട് സഞ്ജു ഏകദിനത്തിൽ കളിച്ചിട്ടുണ്ട്. അത്യാവശ്യം ആവറേജ് ഒക്കെ ഉള്ളൊരു ബാറ്റ്സ്മാൻ തന്നെയാണ് സഞ്ജു. അപ്പൊ എന്തുകൊണ്ടാണ് സഞ്ജുവിനെ പോലുള്ള പ്ലേയേഴ്സ് ഇവിടെ വളർന്നു വരാത്തത് എന്നുള്ളത് മുഖ്യ കാരണം ഇത് തന്നെയാണ്. നമ്മുടെ വേലി തന്നെ വിളവ് തിന്നുന്ന ഒരവസ്ഥ. ഈഗോ. ഇയാളുടെ വീട്ടിൽ പോയി സഞ്ജു സാംസൺ കിടന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ കൂടെ 24 മണിക്കൂർ നിന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇയാളെ പുകഴ്ത്തി 4 വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, ജയേഷ് ജോർജിനെ പുകഴ്ത്തി 4 വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അയാൾ ഇന്ന് കളിച്ചേനെ. ഇതാണ് സത്യം. ഇതാണ് ഇത് പറയുന്നത്. അല്ലാതെ നിങ്ങൾ ഒരു ലോബിയും കുറ്റം പറയാൻ പോകണ്ട. അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ വിവരക്കേടായിട്ട് ഉത്തരേന്ത്യക്കാർ കാണുന്നു. ഉത്തരേന്ത്യക്കാർ എന്തിനാണ് പറയുന്നത് മുംബൈ ലോബി എന്നൊക്കെ പറയുന്നത്? മുംബൈയിൽ ഒരു കളിക്കാരനെ പോലെ ഒരു കളിക്ക് എടുക്കുന്നുണ്ട്. മുംബൈയിലെ കളിക്കാരെ തിരഞ്ഞെടുപ്പൊപ്പം കളിക്കണ്ടല്ലേ? ആണോ അല്ലേ? അപ്പൊ ഇതുപോലുള്ള വിവരക്കേട് മലയാളികള് കുറെ പേര് ഈ സംഭവത്തെ ഇതാക്കിയിട്ട് രോഹിത് ശർമ്മയുടെ ഒക്കെ തലയിലിടാൻ നോക്കുന്നുണ്ട്. രോഹിത് ശർമ്മ എന്ന ഈ കാര്യം അറിഞ്ഞിട്ട് പോലും ഇല്ല. ഒരു സോഴ്സും ഇല്ലാത്ത കുറെ മാധ്യമങ്ങൾ അടിച്ചിറക്കി വിടുന്ന കഥകളിൽ ഇത് ചെയ്യരുത്. ഗൗതം ഗംഭീർ ഇയാളെ സപ്പോർട്ട് ചെയ്ത്, ഗൗതം ഗംഭീർ ആക്ച്വലി ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. രോഹിത് ശർമ്മയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അതിന് മുഖ്യ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു മത്സരത്തില് രോഹിത് ശർമ്മയുടെ ടീമിൽ ഒരു മത്സരത്തിൽ മാത്രമേ അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടുള്ളായിരുന്നു. അദ്ദേഹം മാക്സിമം ഇറക്കാനും നോക്കിയിട്ടുണ്ട്. അതേ കണക്ക് അല്ലാതെ വേറൊരു ടൂർണമെന്റ്, അതായത് നമ്മുടെ വേൾഡ് കപ്പിന്റെ ടൂർണമെന്റിൽ കൊണ്ടുപോയിരുന്നു. കപ്പടിച്ച ടീമിൽ അവസരം കൊടുക്കാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മാപ്പ് പറഞ്ഞ കാര്യം വരെ, രോഹിത് ശർമ്മ മാപ്പ് പറഞ്ഞ കാര്യം വരെ സഞ്ജു എന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. നമ്മൾ അന്ന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി. അദ്ദേഹത്തിന് ഫോമില്ല. അദ്ദേഹം ഒരു മികച്ച കളിക്കാരനാണ്. അദ്ദേഹത്തിന്റെ ഫോം ഇപ്പം ഔട്ടായി നിൽക്കുകയാണ്. നമുക്കറിയില്ല ഏകദിനത്തില് ഇതായിട്ടുള്ള കാര്യം. അദ്ദേഹം ഏകദിനം കളിച്ചിട്ടുള്ള എല്ലാം നല്ല സൂപ്പർ ഫോമിലാണ്. പക്ഷെ ടെസ്റ്റിൽ വന്നപ്പോൾ അദ്ദേഹം ഭയങ്കര മോശമായിട്ടുള്ള ഫോമാണ്. അതൊക്കെ നമുക്ക് കണക്കിൽ വെക്കാം. എല്ലാ ക്യാപ്റ്റന്മാരും ഈ പഴി കേട്ടിട്ടുണ്ട്. അവർക്ക് ഫേവറേറ്റ് പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് ടീമിന് വേണ്ടി മാത്രമേ അവർ ചെയ്യൂ. അല്ലാതെ ഈ ഋഷഭ് പന്തിന് വേണ്ടി രോഹിത് ശർമ്മ കുട പിടിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഓവറാണ്. കാര്യം അയാളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നൊരു പ്ലെയർ ഒന്നുമല്ല ഋഷഭ് പന്ത്. 1-2 തവണ സംസാരിച്ചിട്ടുണ്ട്. അത് എല്ലാ പ്ലേയേഴ്സിനും വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. സഞ്ജുവിന് വേണ്ടി ഇതേ രോഹിത് ശർമ്മ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ വിരാട് കോഹ്ലിയെ പറ്റി പറയുന്നുണ്ടോ? അദ്ദേഹം അസാമാന്യ ഒരു പ്രതിഭയാണ്. അദ്ദേഹം ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറെ റെക്കോർഡുകൾ, ഇപ്പോൾ തന്നെ 50 സെഞ്ചുറി അദ്ദേഹം ഏകദിനത്തിൽ അടിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ അത്ര കുറച്ച് കാണാനൊന്നും പറ്റത്തില്ല. ഇപ്പോഴും എന്താ പറയുന്നത്, ഈ വന്നു പോകുന്ന കളിക്കാരെക്കാട്ടിലും നല്ലൊരു പ്രതിഭാശാലിയായിട്ടുള്ള കളിക്കാരൻ തന്നെയാണ്. അപ്പൊ വിരാട്ടായാലും രോഹിത് ശർമ്മയായാലും. പക്ഷെ എനിക്ക് കുറച്ച് ഇതുണ്ട്, തിലകവർമ്മയൊക്കെ കൊണ്ടുവരണമെന്നായിരുന്നു, സഞ്ജു സാംസനെ കൊണ്ടുവരണമെന്നും
അല്ലെങ്കിൽ ഇപ്പൊ കരുൺ നായരെ കൊണ്ടുവരണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അത് നമുക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അത് നമ്മുടെ അഭിപ്രായമായിട്ട് നിൽക്കാനേ പറ്റൂ. കാര്യം ഒരു ടീം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സന്തുലാവസ്ഥ ഉണ്ട്. അപ്പൊ കരുൺ നായർ വന്ന ഒരു പൊസിഷനിൽ ഇറങ്ങും, തിലകവർമ്മ വന്ന ഒരു പൊസിഷനിൽ ഇറങ്ങും, ആ പൊസിഷനിൽ ഇത്ര പേര് മാക്സിമം 15 പേരെ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കുറെ ഇഷ്യൂസ് ഉണ്ട്. തിലകവർമ്മ എന്നൊക്കെ പറയുന്നത് ഒരു ഓൾറൗണ്ടർ ഒന്നും അല്ലല്ലോ. അല്ലെങ്കിൽ സഞ്ജു സാംസൺ പറയുന്ന കീപ്പറാണ്, മാക്സിമം 2 പേരെ അവിടെ വെക്കാക്കൂ. അത് സ്വന്തം നാടിന്റെ പരിഗണനയും കൂടെ കിട്ടാത്ത, സ്വന്തം നാട്ടിലെ ടീമിൽ പോലും ഇല്ലാത്ത ഒരു വ്യക്തിയെ എങ്ങനെ അവർ പരിഗണിക്കും? അപ്പൊ നാളെ ഋഷഭ് പന്തിന്റെ അവിടുന്ന് ചോദ്യം വരത്തില്ലേ? അയാളിപ്പോ അത്യാവശ്യം ഫോമിലാണ് ഋഷഭ് പന്ത്. അപ്പൊ അങ്ങനെ നമുക്ക് അവരെ കുറ്റം പറയാകത്തില്ല. സ്വന്തം നാട്ടിൽ നിന്ന് കിട്ടാത്ത പരിഗണന മറ്റുള്ളവർ കൊടുക്കും. ഇപ്പൊ KCA തന്നെ ഒഴിവാക്കപ്പെട്ട ഒരു പ്ലെയറെ എങ്ങനെ അവര് ഇത് ചെയ്യും? എനിക്ക് സഞ്ജു സാംസണോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിന് വേണ്ടി കളിക്കണം. അങ്ങനെ എത്രയോ കളിക്കാർ കളിച്ചിട്ടുണ്ട്. എത്രയോ പേര്, കരുൺ നായർ അടക്കം കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ നിൽക്കേണ്ട വ്യക്തിയാണ്. ഇവന്മാരുടെ നാറിയ പരിപാടി, മലയാളികൾക്ക് ഇട്ട് പണിയുന്ന നാറിയ പരിപാടി കാരണം കരുൺ നായർ പോയി കർണാടകയ്ക്ക് വേണ്ടിയാണ് കളിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് അസാമാന്യ പ്രതിഭയാണ് കേട്ടോ കരുൺ നായർ. എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് വേണ്ടി ഡബിൾ സെഞ്ചുറി വരെ അടിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ എന്നിട്ട് പോലും അദ്ദേഹത്തിന് പരിഗണന കിട്ടുന്നില്ല. പക്ഷെ എന്നാൽ അദ്ദേഹത്തെ കൃത്യമായിട്ട് ടീമിന്റെ പാർട്ടാക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അദ്ദേഹം വരുന്ന മാച്ചുകളിൽ ഇപ്പൊ ഈ ഇപ്പൊ ഈ വരുന്ന ഇംഗ്ലണ്ട് പരമ്പര കഴിഞ്ഞ് ഈ ഒരു ഇതും കൂടെ കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഉറപ്പായിട്ടും ടീമിന്റെ പാർട്ടാക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ടീം പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പ്രതിഭയാണ്, വരെയുള്ള ഇതാണ്. ഇതൊക്കെ മലയാളിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കേരളത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള പിന്തുണയും കിട്ടാതെ ഈ നാടകീയ സംവിധാനത്തിലൂടെ ഇതിൽ എന്നിട്ട് ഇദ്ദേഹം ഹാഷ്മിയോടോ മറ്റോ ഒക്കെ ചോദിക്കുന്നിട്ടായിരുന്നു, നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്ത് പ്രസ്ഥാനോടോ? ഈ പ്രസ്ഥാനമൊക്കെ ഉണ്ടാക്കിയത് മലയാളികളല്ലേ? ആണോ അല്ലയോ? തനിക്ക് ശമ്പളം തരുന്ന ഞങ്ങളാണോ? അപ്പൊ തന്റെ തോന്നിവാസം കാണിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നേ. ഒരു പ്രതിഭയ്ക്ക് എന്ത് പ്രസ്ഥാനം? പ്രസ്ഥാനത്തിന് മുകളിൽ വളരണം പ്രതിഭ. മനസ്സിലായോ? തെണ്ടിത്തരം കാണിച്ച തന്തയായാലും തല്ലണമെന്നാണ്. മനസ്സിലായോ? അപ്പം ഈ KCA സെക്രട്ടറി ജയേഷ് ജോബിനോട് എനിക്ക് പറയാനുള്ളത്, പണി അറിയില്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞു വിടും. തന്റെ ഈഗോ കാണിക്കാനുള്ള സ്ഥലമല്ല ഇത്. അത്രേ ഉള്ളൂ. അപ്പൊ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ പറയട്ടെ, ചിലരൊക്കെ ഇവിടെ കമന്റ് ഇടാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പം സഞ്ജു സാംസൺ കോടികൾ തന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാര്യം എൻ്റെ കഴിഞ്ഞ കുറച്ച് വീഡിയോകൾക്ക് ഇങ്ങനെയുള്ള കുറച്ച് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന ആളുടെ കൂടിയിട്ടാണ്, KCA പോയിട്ട് ഞാൻ സഞ്ജു സാംസന്റെ കൂടിയിട്ടാണ്, അങ്ങനെയൊക്കെ പറയാം വേണമെങ്കിൽ. അതുകൊണ്ട് പറഞ്ഞു. അപ്പൊ അല്ല, കഴിഞ്ഞ കുറച്ച് ഇഷ്യൂസിലൊക്കെ അങ്ങനെ ഇതിട്ടിരുന്നു. അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പം ശരി. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.